ഹലോ, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ക്ഷമിക്കണേ. നമ്മളിപ്പോൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് 10, 25, 30 വയസ്സുള്ള ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടും മരിക്കുന്നു, പെട്ടെന്ന് മരിച്ചു വീഴുന്നു. ഭൂരിഭാഗവും ഇങ്ങനത്തെ മരണങ്ങൾ പലപ്പോഴും വരുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം. ഇതാണ് കോമൺ ആയിട്ട് സംഭവിക്കുന്നത്. ഇത്തരം മരണങ്ങൾ സാധാരണ ചെറുപ്പക്കാരിൽ സംഭവിക്കുമ്പോഴേ അവിടെ ഭക്ഷണം മാത്രമല്ല വില്ലനായിട്ട് വരുന്നത്, മെൻ്റൽ ഹെൽത്തും കൂടി വലിയൊരു ഫാക്ടറാണ്. ഒരാൾ മരിക്കുന്നതും മറ്റൊന്നും നമ്മുടെ കയ്യിലല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. പക്ഷേ നമുക്ക് പഠിച്ചുകൊണ്ട് തന്നൊരു ആരോഗ്യമുണ്ട്. പല രീതിയിലും നമ്മൾ പല കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ടെൻഷനും സ്ട്രെസ്സും എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്, ഒരു സ്ട്രെസ്സിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് അത് ആരോടെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്ട്രെസ്സ് കുറക്കാൻ പറ്റുന്നൊരു വഴി എന്ന് വെച്ചാൽ ഒന്ന് എക്സസൈസുകൾ ചെയ്യാം. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചും കൂടെ നമ്മൾ സോഷ്യലാവാൻ വേണ്ടി ശ്രമിക്കുക. വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ സംസാരിക്കുക. ഒന്നോ രണ്ടോ സുഹൃത്തുക്കളടുത്തൊക്കെ നമ്മുടെ പ്രയാസങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും കൂടെ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ടെൻഷനും സ്ട്രെസ്സൊന്നും മാറ്റി വെച്ചിട്ടുള്ളൊരു ജീവിതം നമുക്കില്ല. അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹെൽത്തിനെ പ്രിസർവ് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം.